അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വീകരിക്കട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം നാം സംഗമിച്ചതിലും സന്തോഷത്തിലും റാഹത്തിലും അവൻ്റെ വിശാല സ്വർഗീയ ഭവനത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കളോടൊത്തൊക്കെ കൂടാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അഅലിംത അശ്റഫ ഔ അജല്ല മിനല്ലദി യബ്നി വയുൻഷിഉ അൻഫുസൻ വഅഖൂല. പ്രിയമുള്ളവരെ, ഇന്ന് സംസാരിക്കുന്ന വിഷയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വർഷങ്ങളായി ആചരിച്ചു പോരുന്ന മുഅല്ലിം ഡേ ദിനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ആത്മീയമായ ഉണർവ് ഇത്രമേൽ കാണാൻ കഴിഞ്ഞത് സമസ്ത എന്ന വലിയ ഒരു സംഘടന നിലനിൽക്കുന്നതിൻ്റെ പേരിലാണ്. ആ സംഘടന ചെയ്തു പോകുന്ന ദൗത്യം എനിക്ക് ലഭ്യമായ ഒരു 10-12 മിനിറ്റിൽ ഒതുക്കി തീർക്കുക എന്നുള്ളത് മുഹാലാണ്. എന്നാൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ മാത്രം കോറിയിട്ട് ഞാൻ ഖുത്ബയിലേക്ക് പ്രവേശിക്കും. അഅലിംത അശ്റഫ ഔ അജല്ല മനില്ലദി യബ്നി വയുൻഷിഉ അൻഫുസൻ വഅഖൂല. സമൂഹത്തിന്റെ നിർമ്മിതിയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഉണ്ടാക്കി തീർക്കുന്ന ഇത്രമേൽ ശ്രേഷ്ഠമായ പരിപാടി ചെയ്യുന്ന മറ്റാരെയെങ്കിലും നിനക്കറിയാമോ എന്നാണ് കവി ചോദിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെല്ല് പ്രൗഢിയോടെ പറയാറുണ്ടായിരുന്നത് ഇന്നി ബുഇസ്തു മുഅല്ലിമ. ഉത്കൃഷ്ടമായ ജോലി എന്ന നിലയ്ക്ക് ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്നെ വിശേഷിപ്പിച്ചത് ഞാൻ മുഅല്ലിമായിട്ട് നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. മറ്റേത് ജോലിയേക്കാളും ഉത്കൃഷ്ടം എന്ന് പറയാൻ കാരണം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബാക്കിയാകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പഠിച്ച ഇൽമ് അത് പകർന്നു കൊടുക്കാൻ കഴിയാം. 2, അവൻ ചെയ്തു വെച്ച അമല്. 3, അവന് ദുആ ചെയ്യാൻ കിട്ടുന്ന സന്താനം എന്നുള്ളതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഈ 3 കാര്യങ്ങളും ബാക്കി വെക്കാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഉത്കൃഷ്ടമായ ഈ അധ്യാപന സേവനം എന്നുള്ളത്. മഹാനായ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ 2 ആളുകൾ വന്നു. ഒന്ന് ആബിദാണ്, മറ്റൊന്ന് ആലിമാണ്. ഇബാദത്തെടുത്ത് ജീവിതം മാറ്റിവെച്ച ഒരാളും മറ്റൊന്ന് ഇൽമിന് വേണ്ടി സമയം മാറ്റിവെച്ചയാളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലിമിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആബിദിനേക്കാളും ആലിമിനുള്ള പവിത്രത കഫദ്ലി അല അദ്നാകും. ഞാനും എൻ്റെ സമുദായവും എങ്ങനെയാണ്, ആ സമുദായത്തിന്റെ സയ്യിദ്, നേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് എത്രമേൽ പവിത്രതയുണ്ടോ അതുപോലെയാണ് ഞാൻ ആലിമാണെങ്കിൽ എൻ്റെ ഉമ്മത്ത് ആബിദാണെന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ കാര്യങ്ങൾ തിരിയും. അപ്പോ സമുദായങ്ങൾക്കിടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകുന്ന മഹത്വം പോലെയാണ് ആബിദിനേക്കാൾ ആലിമിനുള്ളത് എന്ന് ഇമാം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തിന് വേണ്ടി ദുആ ഇരക്കാറുണ്ടായിരുന്നത്. റഹ്മത്തുള്ളാഹി അലാ ഖുലഫാഇ ഖീല വമൻ ഖുലഫാഉക. എൻ്റെ പകരക്കാർക്ക്, അല്ലെങ്കിൽ എൻ്റെ ഖുലഫാഇന് റഹ്മത്തുണ്ടാകട്ടെ എന്ന് അവിടുന്ന് ദുആ ചെയ്തപ്പോൾ ചോദിച്ചു പോലും, നബിയെ, ആരാണ് നിങ്ങളുടെ ഖുലഫാ? അവിടുന്ന് പറഞ്ഞു, അല്ലദീന യുഹ്യൂന സുന്നതി വയുഅല്ലിമൂനഹ അന്നാസ്. എൻ്റെ സുന്നത്തിനെ ജീവിപ്പിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാരോ
അവരാണ് എൻ്റെ ഖുലഫാ, അവർക്ക് എൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് മേൽ വർഷിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു പോലും. അപ്പൊ അത്രമേൽ ശ്രേഷ്ഠ പദവിയാണ് അധ്യാപനം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്ന സന്താനം, അതുപോലെ തന്നെ താൻ പഠിച്ചറിഞ്ഞ് പ്രസരണം ചെയ്ത വിജ്ഞാനം, ജാരിയത്തായ സ്വതക്ക, ഈ മൂന്നെണ്ണമാണ് ഒരാൾ മരണപ്പെട്ടാൽ തനിക്ക് ശേഷിക്കുന്നതെങ്കിൽ ഈ മൂന്നും ശേഷിപ്പിക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തസ്തികയുണ്ടെങ്കിൽ അത് ഭൂമി ലോകത്ത് അധ്യാപനം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അലാ ഉഖ്ബിറുക്കും അൻ അജ്വദിൽ അജ്വാദ് എന്ന് തുടങ്ങുന്ന ഒരു ദീർഘമായ ഹദീത്താണ്. അത് പറയാൻ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീത്തിന്റെ സാരാംശം ഇതാണ്. ഈ ഹദീത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും നിരവധി പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ മൂന്ന് അമലും ബാക്കി വെക്കാൻ കഴിയുന്നവർ അത് പണ്ഡിതന്മാരാണ്. സ്വദഖത്തുൻ ജാരിയ എന്ന നിലക്ക് ആലോചിക്കുമ്പോൾ അവർ മരണപ്പെട്ടാലും അവരുടെ ഇൽമിനെ തന്റെ ശിഷ്യന്മാരിലൂടെ പ്രസരണം ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് വേണ്ടി ദുആയിരക്കുന്ന മക്കളാണ്. അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുമായിട്ട് അവർക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവർ പഠിച്ചറിഞ്ഞതും പഠിപ്പിച്ചതുമായ ഇൽമ് എല്ലാ അർത്ഥത്തിലും ഇവർക്ക് വലിയ മഹത്വം കിട്ടുമെന്നുള്ളതാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ 40 വർഷത്തെ നമസ്കാര ശേഷം എന്റെ ദുആയിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കടന്നു വരാതിരുന്നിട്ടില്ല. എപ്പോഴും ഞാൻ എന്റെ ഉസ്താദിന് വേണ്ടി ദുആയിരക്കുമായിരുന്നു. കുട്ടി അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട മകൻ, പാപ്പാ നിങ്ങൾ എന്തിനാണ് ഷാഫിഈ ഇമാം എന്നാളെ ഇങ്ങനെ ഇത്രമേൽ ദുആയിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് എന്റെ ഉസ്താദാണ് എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉസ്താദുമാർക്ക് അല്ലെങ്കിൽ മതധ്യാപനം നടത്തുന്ന ആൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് അവർ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി ദുആയിരക്കുന്ന ഒരു പിടി നല്ല ശിഷ്യഗണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പഠിപ്പിച്ചു വിട്ടതിലൂടെ അത്തരം ഓർമ്മകളുള്ള, അത്തരം നമ്മെ ഓർത്ത് ദുആയിൽ ഉൾപ്പെടുത്തുന്ന ശിഷ്യന്മാരുണ്ടാക്കി തരട്ടെ, ആമീൻ. മഹാനായ അഹ്മദ് ഇമാം തന്നെ പറയുന്നു, മാമസ്സ അഹദുൻ ബിയദിഹി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്റെ വിജ്ഞാനത്തിന്റെ പേരിൽ, ഞാൻ പണ്ഡിതനായതിന്റെ പേരിൽ ആരെങ്കിലും എന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഹല്ല് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നും മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ കാലത്ത് ഉസ്താദുമാർ എന്നുള്ളത് ട്രോളാൻ മാത്രമുള്ള ഒരു ആയുധമായിട്ട് സോഷ്യൽ മീഡിയ കയ്യേറ്റം ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ചില ആളുകൾ, അവർക്ക് വ്യൂസ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലൂടെ അവർക്ക് ട്രെൻഡിങ് വീഡിയോയിലേക്ക് എത്തണമെങ്കിൽ അവരുടെ കഥാപാത്രമായിട്ട് ഉസ്താദുമാരായി തീരണം. തലയിൽ തൊപ്പി വെച്ച മൊല്ലാക്ക, അല്ലെങ്കിൽ ഒരു മാപ്പിളയുടെ പേര് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാസ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതും അതിലൂടെ അവർക്ക് ട്രെൻഡിങ്ങിൽ എത്താൻ കഴിയുന്നതും സോഷ്യൽ മീഡിയയിൽ അവർക്ക് താരമാകാൻ കഴിയുന്നതും ഒക്കെ. നമ്മൾ അത്ഭുതത്തോടെ ആലോചിക്കുകയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ വിചാരിച്ചിരുന്ന വിഷയം അത്തരം ഒരു വിഷയമായിരുന്നു, ദയ്യൂസിനെ കുറിച്ച്. ആരാണ് ദയ്യൂസ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രതിപാദിക്കാം. ആ വിഷയമായി കോറിയിട്ട് പറയേണ്ട കാര്യമാണ്. ഒരാൾ സിനിമയിൽ അവസരം കിട്ടുമ്പോൾ അതിനെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത്, എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വായിരക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വായിരക്കണം. ഞാൻ ആരെയും പറയുന്നില്ല. അത്ര മോശപ്പെട്ട അവസ്ഥയിലേക്ക് ദീൻ എന്നുള്ളതൊരു തമാശയും അത് പഠിപ്പിക്കുന്ന ആളുകളെ ട്രോൾ ചെയ്യുകയും ട്രോളിക്കൊണ്ടും മറ്റൊക്കെ കൊല്ലുന്ന ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കണം. മഹാന്മാരാകുന്ന ഉലമാഇനെ ആക്ഷേപിക്കുക എന്നുള്ളത് മസ്മൂമ, അത് വിഷം പുരട്ടിയ പോലുള്ള അവസ്ഥയാണെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ചില ഉസ്താദുമാരെ കൊണ്ടോ മറ്റൊക്കെ എന്തെങ്കിലും ചില അരുതായ്മകളോ മറ്റോ കാണുമ്പോഴേക്ക് മൊത്തത്തിൽ അതിനെ ജനറൽ ഒരു രൂപത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് അവസ്ഥ മാറ്റിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അത് നമ്മുടെ പക്കൽ നിന്ന് ഉണ്ടാകരുത്. ദീനറിയുന്ന നമ്മൾ ആലോചിച്ച് നോക്കി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത സഭ 100 വർഷത്തിലേക്ക് അടുക്കുകയാണ്. എത്രമേൽ മഹത്തരമായ അറിവും വിജ്ഞാനവുമാണ് ഇവിടെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് തിരിയാനും, ഈവൻ ഖുത്തുബ, എന്നോട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ഖുത്തുബ വളരെ ലളിതമായ ഭാഷയിലായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഗൾഫിൽ പോയതിന്റെ പേരിലോ മറ്റോ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഗൾഫിൽ പോയതിന്റെ പേരിൽ മാത്രമല്ല, നിങ്ങൾക്ക് അതിന് വേണ്ട ബേസിക് തന്നത്, അലിഫുൻ ബ എന്ന് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്.
അതിന്റെ വല്ലാത്ത ആവേശത്തിലാണ് പരിശുദ്ധ ദീനിനെ നമുക്ക് മർമ്മമറിഞ്ഞ് പഠിക്കാനും ആ മർമ്മമനുസരിച്ച് കൃത്യമായിട്ട് ഇബാദാത്തുകളൊക്കെ ശരിയാവണ്ണം ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉലമാക്കൾക്ക് ഇസ്സത്ത് ഉയർത്തട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റന്നാളാണ് മുഅല്ലിം ഡേ ആയിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നത്. ആചരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിജ്ഞാന സദസ്സുകളും മജ്ലിസുൻ നൂറും പരിപാടികളും ഒക്കെയും പല നാടിലും പല നിലക്കും അതിനെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. നമ്മുടെ മദ്രസയിൽ പ്രത്യേക ദുആയും സംഗമവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിലുപരി ഈ പാവപ്പെട്ട ഉസ്താദുമാർ, ഒരു ഉസ്താദ് തന്നെ ഉസ്താദുമാരെ പാവപ്പെട്ട് എന്ന് അഭിസംബോധന ചെയ്ത് പറയുന്നതിൽ എന്തൊക്കെയോ അനൗചിത്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങളുടെ അവസ്ഥകൾ ഞങ്ങൾ തന്നെ പറയേണ്ടി വരിക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കിയതിന്റെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഒരുപാട് നിർധനരായ ഉസ്താദുമാരുണ്ട്. ആ പാവങ്ങളെ ഇങ്ങനെ വർഷത്തിൽ ഒരു മുഅല്ലിം ഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്കൊരു ഭവന നിർമ്മാണം, അവരാശിച്ച രൂപത്തിലുള്ള ഒരു 2 ബെഡ്റൂം, ഒരു ചെറിയൊരു ഹാള്, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്, അങ്ങനെ രൂപത്തിലുള്ള ഒരു ചെറിയ വീട്, അത് ആശ വെച്ചിട്ട് ഒരു 7000 രൂപ അവർക്ക് ശമ്പളം കിട്ടിയിട്ട് ഒരു നിലക്കും സാധിക്കൂല. ഒന്ന് ആലോചിക്ക്, ഒരു പാവപ്പെട്ട ഒരു മദ്രസ മുഅല്ലിമിന്റെ ഒരു വാർഷിക വേതനം എത്രയാണ്? എത്ര വരുന്നത്? 84,000. നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 7,000, നമ്മുടെ മദ്രസയിൽ 8,000 തോന്നുന്നു. ഇനി അങ്ങനെ കാൽക്കുലേഷൻ ചെയ്താൽ പോലും 1,00,000-ൽ താഴെ മാത്രമാണ് വരുമാനം. പഴയ ഉസ്താദുമാരെ കണക്കാണെങ്കിൽ അങ്ങനെ. പുതിയ കാലത്തുള്ള ഉസ്താദുമാരെ പല നിലക്കും മറ്റു വഴികളും ഒക്കെ തേടുന്നുണ്ടാകാം. നമ്മൾ മൊത്തത്തിൽ അതിനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ 1,00,000-ൽ താഴെ മാത്രമാണ് ഈ ഉസ്താദുമാരുടെ വരുമാനം. പിന്നീട് അവർക്കുള്ള ആകെ പോംവഴി എന്നുള്ളത് അവർ ദീൻ പഠിപ്പിച്ചതിന്റെ പേരിൽ ഒരു പറ്റം നമ്മളാൽ അവർ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനും കോട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാവരുതേ. അവർക്ക് മതിയായ അളവിലുള്ള സ്നേഹവും ബഹുമാനവും സ്നേഹവായ്പും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണം, പരിഗണന കിട്ടണം. മുൻകാലങ്ങളിൽ കിട്ടിയതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നമാ വറസു, അവരാകെയും അനന്തരമെടുത്തിട്ടുള്ളത് ദീനാറോ ദിർഹമോ ഒന്നുമല്ല. മഹാനായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും സഹാബാക്കളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും അവർ അനന്തരമെടുത്തു പോന്നുള്ളത് ഈ ആത്മീയ വിജ്ഞാനീയങ്ങളാണ്. അതാണ് അവരുടെ കൈമുതൽ, അതാണ് അവർ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ അവർക്ക് ഭൗതികത പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ സഹായിക്കണേ, അവരെ നിങ്ങൾ ഏറ്റെടുക്കണേ. അകപണിഞ്ഞ് അവരെ ചൊല്ലി അവരുടെ നാനോന്മുഖ പ്രവർത്തനങ്ങളെ ചൊല്ലിയിട്ടുള്ള ആവശ്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വർഷം തോറും ഇങ്ങനെ നടത്തി വരുന്ന മുഅല്ലിം ഡേയുമായി ബന്ധപ്പെട്ട് നടത്താറുള്ളത്. ഈ ജൂലൈ 13 മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് അതിന്റെ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഒക്കെ മരണപ്പെട്ട ഒരുപാട് ഉലമാക്കളുണ്ട്. അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ സേവനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട് മദ്രസ വിദ്യാർത്ഥികളിലൂടെ നമ്മളൊരു കവർ കൊടുത്തുവിടുന്നുണ്ട്. വർഷം തോറും നിങ്ങൾ നല്ല രൂപത്തിൽ അതിനെ അകമഴിഞ്ഞ് സഹായിക്കാറുണ്ട്. ആ സഹായം നിങ്ങൾ വീണ്ടും കൊടുത്തുവിടണം. ഞാൻ പറഞ്ഞല്ലോ, രോഗികളായ ഉസ്താദുമാർ, അവരുടെ പെൻഷൻ, അതുപോലെ തന്നെ അവർക്ക് ഭവന നിർമ്മാണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും മറ്റുമാണ് അത് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്.